ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നതല്ല, ഞാൻ മേടിച്ച പാഴ്സല്. കാണട്ടെ, എന്തായാലും ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. ഹേ ഗൈസ്, വെൽക്കം ടു ജോബ്സ് യൂണിവേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ സൂക്കിൻ്റെ ബാഗ് അൺബോക്സ് ചെയ്യലാണ്. സോ ആദ്യം തന്നെ നമുക്ക് ആ ബാഗ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് കത്രികയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നിത് കിട്ടി, പക്ഷെ ഞാനത് തുറന്നൊന്നും നോക്കിയിട്ടില്ല. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനത് ഓപ്പൺ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നരുത്, കാരണം കോമഡി ആയിരിക്കും. സാധാരണ ഞാൻ ഇത്ര നീറ്റായിട്ടൊന്നും ഒരു സാധനം ഇങ്ങനെ അൺബോക്സ് ചെയ്യാറില്ല, വലിച്ചിങ്ങനെ എടുക്കുകയാണ് പതിവ്. ഇപ്പം ഇതിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡീസൻ്റ് ആയിട്ട് ചെയ്തേക്കാൻ ഓർത്തു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സൂക്കിൻ്റെ ബാഗ് ഇതാണ്. കുറേ കെട്ടുകളൊക്കെ ഉണ്ട്. കവറൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൂക്കിൻ്റെ ബാഗ്. ഇതൊരു ടോട്ട് ബാഗാണ്. സൂക്കിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഇടയ്ക്ക് വെച്ച് വളരെയധികം ട്രെൻഡിൽ പോയ ഒരു ബാഗാണ് സൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഗനാണ്, ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ബാഗ്സ് ആണ്. ഇതിന് കുറേ പ്രിൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് പ്രിൻറ്റ്സ് ഉണ്ട്, വൈഡ് വെറൈറ്റീസ് ഓഫ് മോഡൽസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം ഈ സൂക്കിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് കേട്ട സമയത്ത് എനിക്കിത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കണ്ടപ്പോൾ വെറൈറ്റി വേറെ ഏതെങ്കിലും ബാഗ് വാങ്ങാമെന്ന് ഓർത്ത് ഞാനത് വിട്ട് കളയുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് വീണ്ടും എനിക്ക് സജഷൻസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ നോക്കി കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നീട് എനിക്കിതൊന്ന് വാങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഞാൻ ഈ ബാഗ് ഓർഡർ ചെയ്തത് നൈക്കാന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, അറിയാലോ ഫസ്റ്റ് ഇതായതുകൊണ്ട് കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിതൊന്നും മാറ്റിയിട്ടില്ല. താഴെ എന്തായാലും ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇതിന് ഞാൻ ഈ ബാഗ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങാനുള്ള, ഈ ടോട്ട് ബാഗ് എന്താ വാങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഞാൻ നിറയെ സാധനങ്ങൾ എൻ്റെ ബാഗിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിറയെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇവിടെ മെയിനായിട്ട് വലിയൊരു കമ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നമുക്ക് ലാപ്ടോപ്പ് വെക്കാൻ പറ്റുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുപ്പി വെക്കാനായിട്ടൊരു അതായത് ഒരു സാധനം ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കമ്പാർട്ട്മെൻറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഇതായിട്ട് എനിക്ക് മെയിനായിട്ടും ഈ നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു സിബ് അത്യാവശ്യമാണ്. ഈ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് എനിക്ക് ഇഷ്ടമാണ്, ഞാനത് നോക്കിയാണ് മെയിനായിട്ട് എടുക്കാനുള്ള റീസൺ. അപ്പോൾ ഇത്രയാണ് ഈ ബാഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ തൊട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ലെതർ നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ലെതറാണ്. ഒരുപാട് ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഏകദേശം ഒരു 2000 റേഞ്ചിൽ നമുക്ക് ഈ ബാഗ് കിട്ടും. ആൻഡ് ഞാൻ നൈക്കാൻ ഓർഡർ ചെയ്തപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു ഐ തിങ്ക്. സോ ആ ഒരു സമയത്ത് നമുക്ക് ഓഫറിന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേലും റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും. ഇത് മേടിച്ച് കഴിഞ്ഞാൽ വർത്ത് ആയിട്ടുള്ള ഒരു ബാഗുമാണ് കേട്ടോ. ഇതിന് ലോട്ട്സ് ഓഫ് പ്രിൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതായിരുന്നു. പിന്നെ എനിക്ക് ഈ പ്രിൻ്റ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് എടുത്തതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാഗ് ഇഷ്ടപ്പെട്ടു, ഇതിനെക്കുറിച്ച് അറിയണം, ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ലിങ്ക് എന്തായാലും ഷെയർ ചെയ്തേക്കാം. ആൻഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇനിയും കാണാം, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഒന്നാമത് ഇവിടെ ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫാൻ ഇടാണ്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നന്നായിട്ട് വേർത്തൊഴുകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.